അവൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടു. മനസ്സിൻ്റെ വെപ്രാളം ഒരു ഗദ്ഗതമായി പുറത്തു വന്നു. ആ ശബ്ദശകലങ്ങൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി. വെള്ള കോട്ടൺ തുണിയിലേക്ക് ഇറ്റുവീഴുന്ന മഞ്ചാടിമുത്തുകൾ ആ മാസം അവൾക്ക് നിറമേനി സമ്മാനിച്ചില്ല. അവൾക്ക് ഞെട്ടലുളവായി. താനും മാതൃവാത്സല്യം നുകരാൻ ഒരു ഓമനയ്ക്ക് ജന്മം കൊടുക്കാൻ പോകുന്നു. പക്ഷേ ആ കുരുന്നിൻ്റെ അവകാശി ചങ്കരേട്ടൻ എവിടെയാണ്? അവൾ വിതുമ്പി. താൻ എന്തിനു ജീവിക്കുന്നു? അദ്ദേഹമില്ലാത്തൊരു ജീവിതം തനിക്കെന്തിന്? തന്നെ പിച്ചി ചീന്താൻ ഒരുങ്ങി നിൽക്കുന്ന പലരും. ഇവർക്കിടയിൽ താൻ എത്രനാൾ പിടിച്ചു നിൽക്കും? ഒരു മരപ്പാവ കണക്കെയുള്ള തൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കും? പക്ഷേ താനിന്ന് ഗർഭിണിയാണ്. 2 മാസം ഗർഭിണി. തനിക്കായി തൻ്റെ ചങ്ങരേട്ടൻ സമ്മാനിച്ച പൊന്മുത്ത്. ഈ കുരുന്നിനെ കിട്ടാൻ താൻ ഒരുപാടും ആഗ്രഹിച്ചിരുന്നില്ലേ? എല്ലാവരും അമ്മയാവും പോലെ താനും അമ്മയാകാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിൽ ചങ്ങരേട്ടൻ്റെ സ്ഥാനം വളരെ പ്രാധാന്യം ഉള്ളതായിരുന്നില്ലേ? എന്നിട്ടും ഈശ്വരൻ അദ്ദേഹത്തെ തന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് എന്തിന്? മുമ്പിലേക്ക് ജീവിക്കാൻ ഒരു കച്ചിത്തുരുമ്പിനെ ഈശ്വരൻ തനിക്ക് തന്നിരിക്കുന്നു. ഈ കുരുന്നിനെ നശിപ്പിച്ച് താനെങ്ങനെ ജീവനൊടുക്കും? അങ്ങനെയെങ്കിൽ താൻ അവനോട് എന്തു സമാധാനം പറയും? കഴിയില്ല. തൻ്റെ പൊൻകുരുന്നിൻ്റെ ഘാതകയാകാൻ തനിക്കു കഴിയില്ല. മന്ദാകിനി ഏങ്ങിലടിച്ചു കരയാൻ തുടങ്ങി. പതിയെ വലതുകരത്താൽ ഉദരം അമർത്തിപ്പിടിച്ചു. മറ്റാർക്കും കൊടുക്കാത്ത നിധിയെ ഒളിച്ചു പിടിക്കും പോലെ അവളിരുന്നു.